എസ്രാറിൻ്റെ പുസ്തകം 27-28 അധ്യായങ്ങൾ. ബലിപീഠം. കരുവേല മരം കൊണ്ടൊരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 5 മുഴം, ഉയരം 3 മുഴം. ബലിപീഠത്തിൻ്റെ 4 മൂലകളിലും അതോടൊന്നായി ചേർന്ന് നിൽക്കുന്ന 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓട് കൊണ്ട് പൊതിയണം. ചാരപാത്രങ്ങൾ, കോരുകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം. ബലിപീഠത്തിന് വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം. അതിൻ്റെ 4 മൂലയിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം. ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിൽ തരികുവാളിക്ക് കീഴിൽ ഉറപ്പിക്കണം. അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം. കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം. പലകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്ന പോലെയാണ് പണിയേണ്ടത്. കൂടാരാങ്കണം. കൂടാരത്തിനൊരു അങ്കണം ഉണ്ടാക്കണം. അങ്കണത്തിൻ്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണത്തുണി കൊണ്ട് 100 മുഴ നീളത്തിലൊരു മറ ഉണ്ടാക്കിയിരിക്കണം. അതിന് 20 തൂണുകൾ വേണം. തൂണുകളുടെ പാദകൂടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. അപ്രകാരം തന്നെ വടക്ക് ഭാഗത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് 20 തൂണുകളും അവയ്ക്ക് 20 ഓട്ട് പാദകൂടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളമുള്ള ഒരു മറയും 10 തൂണുകളും അവയ്ക്ക് 10 പാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. കിഴക്ക് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. കവാടത്തിൻ്റെ ഒരു വശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. കവാടത്തിൻ്റെ മറുവശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകൂടങ്ങളും വേണം. അങ്കണ കവാടത്തിന് 20 മുഴ നീളമുള്ള രേവനിക ഉണ്ടായിരിക്കണം. നീലം, ധൂമ്രം, കടും ചുവപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത്. അതിന് 4 തൂണുകളും അവയ്ക്ക് 4 പാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവും ആയിരിക്കണം. അതിന് ചുറ്റും 5 മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാദകൂടങ്ങളും ഉണ്ടായിരിക്കണം. കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം. വിളക്കെപ്പോഴും കത്തി നിൽക്കുന്നതിന് ആട്ടിയെടുത്ത് ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം. സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപീഠത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ കത്തി നിൽക്കാൻ അഹ്റോനും അവൻ്റെ പുത്രന്മാരെ ശ്രദ്ധിക്കട്ടെ. ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്. പുരോഹിത വസ്ത്രങ്ങൾ. പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോനെയും അവൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹൂ, എലെയാസാർ, ഇത്താമാർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് വിളിക്കുക. നിന്റെ സഹോദരൻ അഹ്റോൻ മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക. അഹ്റോനെ പുരോഹിതനായി വിരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക. അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ്: ഉരസ്ത്രാണം, ഏഫേദ്, നീലയങ്കി, ചിത്രത്തയിലുള്ള അങ്കി, തലപ്പാവ്, അരപ്പട്ട. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ. സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചുവപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം. സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചുവപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായ ഒരു ഏഫേദ് നിർമ്മിക്കണം. അതിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ 2 തോൾവാറുകൾ പിടിപ്പിക്കണം. ഏഫോദ് കെട്ടിയുറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചുവപ്പ് നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം. 2 വൈഡൂര കല്ലുകളെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ പ്രായക്രമം അനുസരിച്ച് ഓരോ കല്ലിലും 6 പേരുകൾ വീതം കൊത്തുക. രത്നശില്പി മുദ്ര കൊത്തുന്നതുപോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം. കല്ലുകൾ സ്വർണ്ണത്തകിടിയിൽ പതിക്കണം. ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ ഏഫോദിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിൻ്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹ്റോൻ തൻ്റെ 2 തോളുകളിലും വഹിക്കട്ടെ.
രത്നം പതിക്കാനുള്ള തേടുകൾ സ്വർണം കൊണ്ടുണ്ടാക്കുക. തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത 2 തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ്ണത്തേടുകളുമായി യോജിപ്പിക്കുക. ന്യായവിധിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം. അതേ എന്ന പോലെ സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയെ പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് സമചതുരത്തിൽ 2 മടക്കുള്ളതായിരിക്കണം. അതിൽ 1 ചാൺ നീളവും 1 ചാൺ വീതിയും വേണം. അതിന്മേൽ 4 നില രത്നങ്ങൾ പതിക്കണം. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. രത്നങ്ങളെല്ലാം സ്വർണ്ണത്തകിടിലാണ് പതിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് 12 രത്നങ്ങളുണ്ടായിരിക്കണം. ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കുത്തിയിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത് തുടലുകൾ പണിയണം. സ്വർണം കൊണ്ട് 2 വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിൻ്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലെ 2 വളയങ്ങളിലൂടെ 2 സ്വർണ്ണ തുടലുകൾ ഇടണം. തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ്ണത്തേടുകളിൽ ഘടിപ്പിച്ച ഏഫോദിൻ്റെ തോൾവാറിന് മുൻഭാഗമായി ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ പണിതവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവിടെ ഉൾഭാഗത്തെ ഏഫോദിനോട് ചേർത്ത് ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ചവ ഏഫോദിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് ഏഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം. ഉരസ്ത്രാണത്തിൻ്റെയും ഏഫോദിൻ്റെയും വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിക്കണം. അപ്പോൾ ഉരസ്ത്രാണം ഏഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല. അഹറോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും. ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറിയും, തുമ്മിയും എന്നിവ നിക്ഷേപിക്കുക. അഹറോൻ കർത്താവിൻ്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവൻ്റെ മാറിലുണ്ടായിരിക്കണം. അങ്ങനെ അഹറോൻ തൻ്റെ മാറിൽ ഇസ്രായേലിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ. ഏഫോദിൻ്റെ നീലയെങ്കിൽ നീല നിറമായിരിക്കണം. തല കടത്താൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിന് ചുറ്റും തുന്നിച്ചേർക്കണം. നീലയങ്കടി വിളിമ്പിന് ചുറ്റും നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ നിറങ്ങളിൽ മാതളനാരങ്ങളും തുന്നിച്ചേർക്കണം. അവയ്ക്കിടയിൽ സ്വർണ്ണമണികൾ ബന്ധിക്കണം. ഒന്നിടവിട്ടായിരിക്കണം സ്വർണ്ണമണികളും മാതളനാരങ്ങളും തുന്നിച്ചേർക്കുന്നത്. അഹറോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിൻ്റെ ശബ്ദം കേൾക്കട്ടെ. ഇല്ലെങ്കിൽ അവൻ മരിക്കും. തനി സ്വർണം കൊണ്ടൊരു തകടുണ്ടാക്കി അതിന്മേലൊരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതനെന്ന് കൊത്തിവെക്കുക. ഒരു നീലച്ചരട് കൊണ്ട് അത് തലപ്പാൻ്റെ മുൻവശത്ത് ബന്ധിക്കണം. അഹറോനത് നെറ്റിയിൽ ധരിക്കണം. അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ. കാണിക്കകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹറോൻ്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നേർമയെ പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരങ്കി ഉണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം. നേർമയെ പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലങ്കൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം. അഹറോൻ്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം. ഇവയെല്ലാം നിന്റെ സഹോദരൻ അഹറോനെയും എൻ്റെ പുത്രന്മാരെയും നീ അണിയിക്കുക. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേകിച്ച് നിയോഗിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണി കൊണ്ട് അര മുതൽ തുട വരെ എത്തുന്ന കൽച്ചട്ടകൾ ഉണ്ടാക്കണം. അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം. ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും. ഇത് അഹ്റോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം. വിവിധ ശിക്ഷകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേലിൽ വന്ന് വസിക്കുന്ന വിദേശികളിലോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെങ്കിലും മോളക്കിന് ബലിയർപ്പിക്കുന്നെങ്കിൽ അവനെ കൊല്ലണം. ദേശത്തിലെ ജനങ്ങൾ അവനെ കല്ലെറിയണം. അവനെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും ജനത്തിൽ നിന്ന് അവനെ വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. എന്തെന്നാൽ അവൻ തൻ്റെ മക്കളിൽ ഒരാളെ മോളക്കിന് ബലിയർപ്പിച്ചു. അങ്ങനെ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ പരിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ തൻ്റെ മക്കളിൽ ഒരാളെ മോളക്കിന് ബലി കൊടുക്കുമ്പോൾ ദേശവാസികൾ അതിനു നേരെ കണ്ണടച്ച് കളയുകയും അവനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവനും അവൻ്റെ കുടുംബത്തിനുമെതിരായി എൻ്റെ മുഖം തിരിക്കുകയും അവനെയും മോളക്കിനെയും ആരാധിക്കുന്നതിന് അവൻ്റെ പിന്നാലെ പോയവരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും.
ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടാത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുകയും, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നതിനെ വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ ശപിച്ചാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കട്ടെ. ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനോട് മരണശിക്ഷ അനുഭവിക്കണം. പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നതിന് പിതാവിൻ്റെ തന്നെ നഗ്നൻ ആവൃതമാക്കിയിരിക്കുന്നു. 2 പേർക്കും അത് ശിക്ഷ നൽകണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ തൻ്റെ മരുമകളുമെന്ന് ശയിച്ചാൽ ഇരുവരെയും വധിക്കണം. അവർ ഹീനകൃത്യം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരെ വധിക്കണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഹരിച്ചാൽ അത് ഹീനകൃത്യമാകുന്നു. നിങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ഹീനകൃത്യം ഉണ്ടാകാതിരിക്കാനായി 3 പേരെയും തീയിൽ ദഹിപ്പിക്കണം. മൃഗത്തോടുകൂടെ ശയിക്കുന്നവനെ വധിക്കണം. മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിൻ്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. തൻ്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ജനിച്ച സഹോദരി ഒരുവൻ പരിഗ്രഹിക്കുകയും അവർ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്ന ഗൃഷ്ടമാണ്. സ്വജനത്തിൻ്റെ മുൻപിൽ വെച്ച് അവരെ വധിക്കണം. അവൻ തൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. അവർ അതിൻ്റെ കുറ്റം വഹിക്കണം. ഒരുവൻ ആർത്തവാലത്ത് സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്താൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കുന്നു. അവൾ തന്നെ തൻ്റെ രക്തസ്രാവം 2 പേരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. മാതൃ സഹോദരിയുടെയോ പിതൃ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. എന്തെന്നാൽ അത് സ്വന്തം ചാർച്ചക്കാരുടേതെന്ന നഗ്നത അനാവൃതമാക്കലാണ്. അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം. പിതൃവിൻ്റെ ഭാര്യയുമായി ശയിക്കുന്നവൻ പിതാവിൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. അവരുടെ പാപം അവർ വഹിക്കണം. അവർ മക്കളില്ലാതെ മരിക്കണം. സഹോദര ഭാര്യയെ പരിഹരിക്കുന്നത് അവിശുദ്ധമാണ്. അവൻ തൻ്റെ സഹോദരൻ്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾക്ക് വസിക്കുവാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു, ആ ദേശം നിങ്ങളെ തിരസ്കരിക്കാതിരിക്കാൻ നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതയുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുത്. എന്തെന്നാൽ പ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്ന തേനും പാലും ഒഴുകുന്നവരുടെ ദേശം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധവും അശുദ്ധവുമായ പക്ഷികളെയും വേർതിരിക്കണം. അശുദ്ധമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നിവകൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത്. എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മന്ത്രവാദികളോ കൂടോത്രക്കാരായ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 57 മുതൽ 120 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിന് ഒത്തവിധം എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചു ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു. ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ദുഷ്ടരുടെ കെണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല. അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങളിൽ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ്. കർത്താവെ, ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസനങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ. കഷ്ടതയിൽപ്പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അധർമ്മികൾ എന്നെക്കുറിച്ച് വ്യാജം പറഞ്ഞു വരുത്തി. എന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നു. അവരുടെ ഹൃദയം മരവിച്ചുപോയി. എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയാണ്.
പൊടിയോട് കർത്താവേ, അങ്ങയുടെ വിധികൾ പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ന്യായയുക്തമാണെന്നും വാഗ്ദാനം വിശ്വസ്ത അനുസരിച്ച് എന്നെ മൂലമാണ് അവിടുന്ന് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. കഷ്ടപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ അറിയുന്നു. ഈ അവസ്ഥ ഞാൻ ദാസൻ വിചാരിച്ചപ്പോൾ വാഗ്ദാനം അങ്ങ് അനുസരിച്ച് അങ്ങയുടെ എനിക്ക് കാരുണ്യം എന്നെ ഉത്തരമരുളി. ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ ഞാൻ പഠിപ്പിക്കണമേ. ജീവിക്കുന്നതിന് അങ്ങയുടെ വേണ്ടി പ്രമാണങ്ങൾ അങ്ങയുടെ കാരുണ്യം നിർദ്ദേശിക്കുന്ന എൻ്റെ വഴി മേൽ എനിക്ക് ചൊരിയണമേ. കാണിച്ചു തരണമേ. അങ്ങയുടെ ഞാൻ നിയമത്തിലാണ് എൻ്റെ അങ്ങയുടെ ആനന്ദം. അത്ഭുത കൃത്യങ്ങളെപ്പറ്റി അധരങ്ങളിൽ ധ്യാനിക്കും. ലജ്ജിതനായി തീരട്ടെ. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. വഞ്ചന കൊണ്ട് അവർ എന്നെ അങ്ങയുടെ തകിടം വാഗ്ദാനം മറിച്ചു. എന്നാൽ ഞാൻ അനുസരിച്ച് അങ്ങയുടെ എന്നെ നിയമങ്ങളെപ്പറ്റി ശക്തിപ്പെടുത്തണമേ. ധ്യാനിക്കും. തെറ്റായ അങ്ങയുടെ മാർഗങ്ങളെ എന്നിൽ വക്രങ്ങളിലേക്ക് നിന്ന് തിരിയട്ടെ. അകറ്റണമേ. അങ്ങനെ കാരുണ്യപൂർവ്വം അങ്ങയുടെ അങ്ങയുടെ നിയമം കൽപ്പനകൾ എന്നെ അറിയട്ടെ. പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലജ്ജിതനാകാതിരിക്കേണ്ടതിന് അങ്ങയുടെ എൻ്റെ ശാസനകൾ ഹൃദയം എൻ്റെ അങ്ങയുടെ ചട്ടങ്ങൾ കൺമുൻപിലുണ്ട്. പാലിക്കുന്നേ. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് കുറ്റമറ്റതായിരിക്കട്ടെ. ഞാൻ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി ചേർന്ന് കാത്തിരുന്ന് നിൽക്കുന്നു. ഞാൻ തളർന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ ലജ്ജിതനാകാൻ എനിക്കിട പ്രത്യാശ വയ്ക്കുന്നു. വരുത്തരുതേ. ഒരുക്കമുള്ള ഹൃദയം അങ്ങയുടെ അങ്ങ് എനിക്ക് വാഗ്ദാനം തരുമ്പോൾ ഞാൻ നോക്കിയിരുന്ന് എൻ്റെ അങ്ങയുടെ കണ്ണു പ്രമാണങ്ങളുടെ കരഞ്ഞു. പാതയിൽ എപ്പോൾ അങ്ങനെ ഉത്സാഹത്തോടെ ആശ്വസിപ്പിക്കും ചരിക്കും. ഞാൻ കർത്താവേ, വിലപിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ വഴി ചുട്ടുപറ്റ എന്നെ തോൽക്കൊടും പോലെയായി ഞാൻ, പഠിപ്പിക്കണമേ. എന്നിട്ടും ഞാൻ അവസാനം അങ്ങയുടെ വരെ ചട്ടങ്ങൾ ഞാൻ മറന്നില്ല. അത് പാലിക്കും. ഈ ഞാൻ അങ്ങയുടെ ദാസൻ എത്ര പ്രമാണം നാൾ പാലിക്കാനും സഹിക്കണം? എന്നെ പൂർണ്ണ പീഡിപ്പിക്കുന്നവരെ ഹൃദയത്തോടെ എന്നാണ് അങ്ങ് അതനുസരിക്കുവാനും വിധിക്കുന്നത്? വേണ്ടി എനിക്ക് അങ്ങയുടെ അറിവ് നിയമം നൽകണമേ. അനുസരിക്കാതെ അതിർങ്ങളിൽ അവിടുത്തെ എന്നെ വീഴ്ത്താൻ കൽപ്പനകളുടെ കുഴി ഒഴിച്ചു. വഴിയിലൂടെ എന്നെ അങ്ങയുടെ നയിക്കണമേ. കൽപ്പനകളെല്ലാം ഞാൻ അതിൽ ശ്രേഷ്ഠമാണ്. സന്തോഷിക്കുന്നു. അവർ എന്നെ ധനലാഭത്തിൽ വ്യാജം കൊണ്ട് ഞെരുക്കുന്നു. എന്നെ ഏക്കല്ല അങ്ങയുടെ സഹായിക്കണമേ. അവർ കൽപ്പനകളിലേക്കാണ് എന്നെ എൻ്റെ ഭൂമിയിൽ ഹൃദയത്തെ തുടച്ചു തിരിക്കണമേ. മാറ്റാറായി. എന്നാലും ഞാൻ വ്യർത്ഥതകളിൽ അങ്ങയുടെ നിന്ന് നിയമങ്ങളെ എൻ്റെ ദൃഷ്ടി ഉപേക്ഷിച്ചില്ല. തിരിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ കരുണ ചരിക്കാൻ തോന്നി എന്നെ എൻ്റെ ജീവൻ ഉജ്ജീവിപ്പിക്കണമേ. രക്ഷിക്കണമേ. അങ്ങയുടെ അങ്ങയുടെ നാവിൽ നിന്ന് ഭക്തർക്ക് പുറപ്പെടുന്ന കൽപ്പനകൾ നൽകിയ ഞാൻ വാഗ്ദാനം അനുസരിക്കട്ടെ. ഈ ദാസൻ കർത്താവേ, നിറവേറ്റി അങ്ങയുടെ വചനം തരണമേ. സ്വർഗ്ഗത്തിൽ എന്നേക്കും ഞാൻ ഭയപ്പെടുന്ന സുസ്ഥാപിതമാണ്. അവമതി എന്നിൽ നിന്ന് അങ്ങയുടെ അകറ്റണമേ. വിശ്വസ്ത തലമുറകളോളം അങ്ങയുടെ നിലനിൽക്കുന്നു. നിയമങ്ങൾ അവിടുന്ന് ഭൂമിയെ വിശിഷ്ടമാണല്ലോ. ഇതാ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അങ്ങയുടെ അവിടുന്ന് പ്രമാണങ്ങളെ ഞാൻ നിശ്ചയിച്ച പ്രകാരം അഭിലഷിക്കുന്നു. ഇന്നും എല്ലാം നിലനിൽക്കുന്നു. അങ്ങയുടെ നീതിയിൽ എനിക്ക് എന്തെന്നാൽ പുതുജീവൻ സകലതും അങ്ങയെ പകരണമേ. സേവിക്കുന്നു. അങ്ങയുടെ കർത്താവേ, അങ്ങയുടെ പ്രമാണം എൻ്റെ കാരുണ്യം എൻ്റെ മേൽ ആനന്ദമായി ചൊരിയണമേ. ഇരുന്നില്ലെങ്കിൽ അങ്ങ് എൻ്റെ വാഗ്ദാനം ദുരിതത്തിൽ ഞാൻ ചെയ്ത നശിച്ചു പോകുമായിരുന്നു. രക്ഷ എനിക്ക് നൽകണമേ. എന്നെ അവഹേളിക്കുന്നവരോട് എന്നാൽ മറുപടി ഞാൻ അങ്ങയുടെ പറയാൻ അപ്പോൾ കൽപ്പനകളെ എനിക്ക് ഒരിക്കലും കഴിയും. ഞാൻ മറക്കുകയില്ല. അങ്ങയുടെ അവ വഴിയാണ് വചനത്തിലാണല്ലോ എനിക്ക് ജീവൻ ആശ്രയിക്കുന്നത്. തന്നത്. ഞാൻ സത്യത്തിൽ അങ്ങയുടേതാണ്. വചനം എന്നെ എൻ്റെ രക്ഷിക്കണമേ. അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു എന്തെന്നാൽ കളയരുതേ. ഞാൻ അങ്ങയുടെ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. കൽപ്പനകളിലാണല്ലോ ദുഷ്ടർ ഞാൻ എന്നെ പ്രത്യാശ നശിപ്പിക്കാൻ അർപ്പിക്കുന്നത്. പതിയിരിക്കുന്നു. ഞാൻ അങ്ങയുടെ എന്നാൽ ഞാൻ കൽപ്പനകളെ അങ്ങയുടെ നിരന്തരം കൽപ്പനകളെ എന്നേക്കും പറ്റി പാലിക്കും. ചിന്തിക്കുന്നു. അതുകൊണ്ട് എല്ലാ അങ്ങയുടെ പൂർണ്ണതയ്ക്കുമാർ കൽപ്പനകൾ അതിർത്തിയും തേടുന്നത് കണ്ടിട്ടുണ്ട്. കൊണ്ട് എന്നാൽ അങ്ങയുടെ ഞാൻ കൽപ്പനകൾ സ്വതന്ത്രമായി നിശ്ചയമാണ്. വ്യാപരിക്കും. അങ്ങയുടെ നിയമത്തെ രാജാക്കന്മാരുടെ ഞാൻ മുൻപിലും അത്രയധികം ഞാൻ അങ്ങയുടെ സ്നേഹിക്കുന്നു. കൽപ്പനകളെപ്പറ്റി സംസാരിക്കും. അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവൻ ഞാൻ ഞാൻ ധ്യാനിക്കുന്നത്. ലജ്ജിതനാവുകയില്ല. അങ്ങയുടെ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണങ്ങളിൽ എന്നെ ഞാൻ ആനന്ദം ശത്രുക്കളെക്കാൾ കണ്ടെത്തുന്നു. ഞാൻ ന്യായമാക്കുന്നു. അവയെ എന്തെന്നാൽ അത്യധികം അവ എപ്പോഴും സ്നേഹിക്കുന്നു. എന്നോട് ഞാൻ കൂടെ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു. എന്റെ എല്ലാ ഞാൻ അവയെ ഗുരുക്കന്മാരെയും കാണാൻ എനിക്ക് സ്നേഹിക്കുന്നു. അറിവുണ്ട്. ഞാൻ എന്തെന്നാൽ അങ്ങയുടെ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. ധ്യാനിക്കുന്നു. ഈ ദാസന് വൃദ്ധരേക്കാൾ നൽകിയ എനിക്ക് വാഗ്ദാനം അറിവുണ്ട്. ഓർക്കണമേ. എന്തെന്നാൽ അങ്ങയുടെ അതുവഴിയാണല്ലോ പ്രമാണങ്ങൾ അങ്ങ് ഞാൻ എനിക്ക് പാലിക്കുന്നു. പ്രത്യാശ നൽകിയത്. അങ്ങയുടെ അങ്ങയുടെ വാഗ്ദാനം വചനം എനിക്ക് പാലിക്കാൻ ജീവൻ വേണ്ടി ഞാൻ നൽകുന്നു സകല എന്നതാണ്. ദുർമാർഗ്ഗങ്ങളിൽ ദുരിതങ്ങളിൽ നിന്ന് എൻ്റെ എന്റെ പാദങ്ങൾ ആശ്വാസം. പിൻവലിക്കുന്നു. അവിടുന്ന് അധർമ്മികൾ എന്നെ എന്നെ പഠിപ്പിച്ച കഠിനമായി ഞാൻ അങ്ങയുടെ പരിഹസിക്കുന്നു. കൽപ്പനകൾ എന്നാലും ഞാൻ നിരസിച്ചില്ല. അങ്ങയുടെ നിയമത്തിൽ നിന്ന് അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര വ്യതിചലിക്കുകയില്ല. മധുരമാണ്. കർത്താവേ, എന്റെ നാവിന് തേനിനേക്കാൾ അങ്ങ് പണ്ടേ മധുരമാണ്. നൽകിയ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രമാണങ്ങളാൽ എനിക്ക് ഞാൻ ആശ്വാസം അറിവ് നേടി. ലഭിക്കുന്നു. അതിനാൽ അങ്ങയുടെ വ്യാജ പ്രമാണങ്ങളെ മാർഗ്ഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്ന വെറുക്കുന്നു. ദുഷ്ടർ അങ്ങയുടെ മൂലം വചനം എന്റെ രോഷം പാദത്തിന് എന്നിൽ വിളക്കും, ജ്വലിക്കുന്നു. പാതയിൽ തീർത്ഥാടകനായി പ്രകാശവുമാണ്. ഞാൻ അങ്ങയുടെ പാർക്കുന്നിടത്ത് നീതിയുക്തമായ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണങ്ങളായിരുന്നു പാലിക്കുമെന്ന് എൻ്റെ ശബ്ദപൂർവ്വം ഗാനം. നിശ്ചയിച്ചു. കർത്താവേ, രാത്രിയിൽ ഞാൻ ഞാൻ അങ്ങേ അത്യന്തം നാമം പീഡിതനാണ്. അനുസ്മരിക്കുന്നു. ഞാൻ കർത്താവേ, അങ്ങയുടെ അങ്ങയുടെ പ്രമാണം വാഗ്ദാനം പാലിക്കുകയും അനുസരിച്ച് എനിക്ക് ചെയ്യുന്നു. ജീവൻ അങ്ങയുടെ നൽകണമേ. കൽപ്പനകൾ അനുസരിച്ച് കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന എന്നതാണ് സ്തോത്രങ്ങൾ എനിക്ക് ലഭിച്ച കൈക്കൊള്ളണമേ. അനുഗ്രഹം.